ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള മിസ്സിംഗ് ഡാറ്റ, ടൈപ്പ് ഓഫ് മിസ്സിംഗ് ഡാറ്റ, അല്ലെങ്കിൽ എന്താണ് മിസ്സിംഗ് ഡാറ്റ. ഓക്കെ, അപ്പോൾ മിസ്സിംഗ് ഡാറ്റ നമുക്കറിയാം. ഡാറ്റ കളക്ഷന് കുറേയധികം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് അനാലിസിസ് പർപ്പസിന് വേണ്ടി ഇത് എടുക്കുമ്പോഴായിരിക്കും നമുക്കറിയാൻ പറ്റുന്നത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ ചില ഫീൽഡുകൾ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേയധികം കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ ചില ഫീൽഡുകളൊക്കെ ഉണ്ടാവുകയും ചില കേസസിൽ മാത്രം ചില ഒബ്സർവേഷൻസിൽ മാത്രം ചില ഫീൽഡുകൾ മിസ്സിങ് ആയി വരികയും ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് മിസ്സിംഗ് ഡാറ്റ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ 100 പേർക്ക് അത് കൊടുത്തു. അതിൽ ഓക്കെ എല്ലാ ആൾക്കാരും അത് ഫില്ല് ചെയ്ത് തന്നു. പക്ഷേ നമ്മൾ അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് 100 ആൾക്കാരിൽ 90 പേര് എല്ലാ ഫീൽഡും 10 ഫീൽഡും ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറെ ഒരു 10 പേര് എന്ത് ചെയ്തിട്ടില്ല, 2-3 ഫീൽഡ് വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ വിട്ടുപോയിരിക്കുന്ന 2-3 ഫീൽഡോ അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്സിംഗ് ഡാറ്റ. ഓക്കെ, അപ്പം ഇങ്ങനെ വരാവുന്ന മിസ്സിംഗ് ഡാറ്റയുടെ ടൈപ്പ് എന്താണ്, അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ മെഷേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്ക് എന്താണ്, അതാണ് നമ്മളിതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈപ്പ് ഓഫ് മിസ്സിംഗ് ഡാറ്റ പ്രധാനമായിട്ടും 3 തരത്തിലാണ് മിസ്സിംഗ് ഡാറ്റ വരുന്നത്. ഒന്ന്, മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം, അതിനെ MCAR എന്ന് പറയും. ക്ലിയർ? 2, മിസ്സിംഗ് അറ്റ് റാൻഡം, ദാറ്റ് ഈസ് MAR എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്തത് മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം, ദാറ്റ് ഈസ് MNAR. ഓക്കെ, അങ്ങനെ 3 തരത്തിലാണ് പ്രധാനമായിട്ടും മിസ്സിംഗ് ഡാറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കേസ് എടുത്ത് നോക്കാം. മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ദ ഡാറ്റ ഈസ് മിസ്സിംഗ് കംപ്ലീറ്റ്ലി. ക്ലിയർ? ഡാറ്റ സെറ്റ്സിൻ്റെ മൊത്തം ഭാഗത്തിൽ എന്തുണ്ട്, ബാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടോ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ മാത്രമല്ല, എല്ലാ ഭാഗത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു, റാൻഡമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഒരു മിസ്സിംഗ് ഡാറ്റ വരികയാണെങ്കിൽ, ക്ലിയർ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ചിലപ്പോൾ കുറേ ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ്സിൽ മാത്രമല്ല, നമ്മളിപ്പോൾ 100 ഡാറ്റ കളക്ട് ചെയ്തു, 100 പേരിൽ നിന്ന് കളക്ട് ചെയ്തു. ക്ലിയർ? അതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ആദ്യത്തെ 10 പേരിൽ മാത്രമാണ്, അങ്ങനെയല്ല വരുന്നത്. പിന്നെന്താണ്, 1 to 100ൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും വരുന്നു മിസ്സിങ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ക്ലിയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. ഓക്കെ, സോ മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം ഈസ് ഡിഫൈൻഡ് ആസ് when the probability that the data are missing is not related to either the specific value which is supposed to be obtained or a set of observed responses. Clear? അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വാല്യൂയിലേക്ക് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത, ഓക്കെ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനിലേക്ക് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത, ക്ലിയർ, റാൻഡമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന, ഓക്കെ, ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, മിസ്സിംഗ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം എന്ന് പറയുന്ന മിസ്സിംഗ് വാല്യൂ. സോ MCAR ഇസ് എൻ ഐഡിയൽ ബട്ട് അൺറീസണബിൾ അസംഷൻ ഫോർ മെനി സ്റ്റഡീസ്. അപ്പോൾ സാധാരണ ഇതിൽ ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾട്ടർനേറ്റീവ് പ്രധാനമായിട്ടും നല്ലതായിട്ട് തോന്നുള്ളൂ. എന്താണത്, ഈ ഡാറ്റ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. കാരണം എന്താണ്, ഇത് ഡാറ്റയുടെ നമ്മൾ കളക്ട് ചെയ്യുന്ന അനലൈസ് ചെയ്യാൻ പോകുന്ന ഡാറ്റയുടെ ഭാഗത്ത് ഏത് ഭാഗത്തും വരാൻ സാധ്യതയുണ്ട് മിസ്സിംഗ് ആയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ മിസ്സിങ്ങിനൊക്കെ എന്ത് ചെയ്യും, മറ്റുള്ള എല്ലാ തരത്തിലുള്ള അനാലിസിസിനെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട്, ക്ലിയർ, അതിന് നമ്മൾ എന്ത് ചെയ്യും, ദ ബെറ്റർ ഓപ്ഷൻ ഹിയർ ഇൻ ദിസ് കേസ് ഈസ് ടു ഡിലീറ്റ് ദ ഡാറ്റ. ക്ലിയർ? മിസ്സിംഗ് ആയിട്ട് വരുന്ന ഡാറ്റ സെറ്റ്സ് എന്ത് ചെയ്യുക, ഡാറ്റ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൻ്റെ ടെക്നിക്സ് നമ്മൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് വൈസ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണോ, കേസ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പെയർ വൈസ് ഡിലീറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് വൈസ് ആയിട്ട്, കേസ് വൈസ് ആയിട്ട്. ക്ലിയർ? ഇപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനറിൻ്റെ 4ാമത്തെ ആളാണ് ഡാറ്റ തന്നിട്ടില്ല എങ്കിൽ, ഏതോ 1-2 വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മൊത്തത്തിൽ ബാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മുഴുവനായിട്ട് ഒഴിവാക്കുന്നു. അപ്പോൾ ഒരെണ്ണം ഒഴിവാക്കി നമ്മൾ 100 റെസ്പോൺസ് നേരത്തെ എടുത്തതിൽ ഇപ്പോൾ എത്രയായിട്ട് മാറും, 99 ആയിട്ട് മാറും. വേറെ ഒരെണ്ണം മിസ്സിംഗ് ഡാറ്റ വന്നിട്ടുണ്ട്, അതും
മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഒഴിവാക്കുന്നു. ഇങ്ങനെ നേരത്തെ പറഞ്ഞ 10 അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 ഒഴിവാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള 90 ഒബ്സർവേഷൻ വെച്ചിട്ട് മാത്രം അനലൈസ് ചെയ്യുന്നു. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് MCAR. ക്ലിയർ? ഇതാണ് മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. ദെൻ അടുത്ത വേറൊരു ടൈപ്പാണെന്ത്, MAR. ഓക്കെ, ഇതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യം, ദാറ്റ് ഈസ് മിസ്സിങ് അറ്റ് റാൻഡം. ഓക്കെ, ഇവിടെ എന്തില്ല, മുഴുവനായിട്ട് വരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മിസ്സിങ് അറ്റ് റാൻഡം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി മിസ്സിങ്. ഓക്കെ, എവിടേക്കോ ഉണ്ട്, പക്ഷെ എന്താണത്, റാൻഡം ആണ്. ഓക്കെ, അപ്പോൾ റാൻഡമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി മിസ്സിങ് അല്ല, അല്ലേ, നോട്ട് കംപ്ലീറ്റ്ലി മിസ്സിങ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഏതോ സ്പെസിഫിക് ആയിട്ടുള്ള ഏതോ സെറ്റ്സിലോ ഓക്കെ ഏതോ ഒരു ഭാഗത്ത് മാത്രമേ അതിനെ ബാധിക്കുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിയർ വി വിൽ ഗോ ഫോർ, അതിനെ മുഴുവനായിട്ട് ഒഴിവാക്കുന്നതിന് പകരം ഈ ഡാറ്റ സെറ്റ്സിന് ഇവിടെ ഏതാണോ മിസ്സിംഗ് വാല്യൂ, ആ മിസ്സിംഗ് വാല്യൂവിനെ റീപ്ലേസ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യുക എന്ന് നമ്മൾ പറയുന്ന പേരാണ് ഇമ്പ്യൂട്ടേഷൻ. ക്ലിയർ? ഇപ്പോൾ സിമ്പിൾ ഇമ്പ്യൂട്ടേഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റ ഇൻപുട്ട് നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ക്ലിയർ? അത് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ടെക്നിക്സ് നോക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അത് മീൻ എടുത്തിട്ട് വേണോ, മോഡ് എടുത്തിട്ട് വേണോ, അല്ലെങ്കിൽ മീഡിയൻ എടുത്തിട്ട് വേണോ, ക്ലിയർ, അല്ലെങ്കിൽ മറ്റുള്ള വേരിയൻസോ മറ്റുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണോ, ഓക്കെ, അല്ല നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് കൊടുത്താൽ മതി, അതൊക്കെ നമ്മൾ പിന്നീട് തീരുമാനിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു വാല്യൂ ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വരും. കാരണം എന്താ, ഇത് കംപ്ലീറ്റ്ലി റാൻഡമായിട്ട് മിസ്സിങ് അല്ല, പകരം എന്താണ്, ഏതോ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലേ ഒരു സെറ്റിൽ മാത്രം, ചെറിയൊരു എലമെൻറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ മാത്രം നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ മിസ്സിംഗ് അറ്റ് റാൻഡം ഈസ് എ മോർ റിയലിസ്റ്റിക് അസംഷൻ ദാറ്റ് ആർ regarded to be MAR when the probability that the response are missing depends upon a set of observed responses. Clear? But not related to a specific missing values which is expected to be obtained. So as we tend to consider randomness as a not producing bias, we may think that MAR does not present a problem. However, MAR does not mean that the missing data can be ignored. Okay, അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതിനെ പ്രസൻറ്റ് ചെയ്യില്ല, പകരം അവിടെ എന്ത് ചെയ്യും, നമ്മൾ വി ക്യാൻ ഇൻപുട്ട് ദ ഡാറ്റ. ക്ലിയർ? സോ ഇഫ് ഡ്രോപ്പ് ഔട്ട് വേരിയബിൾ ഈസ് MAR, then we may expect that the probability of a dropout of variable in such a case is conditionally independent on the variable, so which is obtained by currently and expected to be obtained in the future. Clear? അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വരാവുന്ന MAR കേസസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സിംപ്ലി ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മിസ്സിങ് അറ്റ് റാൻഡം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ? സോ MAR കേസ് വരികയാണെങ്കിൽ ദ മിസ്സിംഗ് വാല്യൂ ആർ നോട്ട് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ സാധാരണ അത് റാൻഡമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ, ക്ലിയർ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സോ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ വൺ ഓർ മോർ സ്പെസിഫിക്, ക്ലിയർ, സബ് സാമ്പിൾ. സോ ദിസ് ഫോം ഈസ് മോർ കോമൺ ദാൻ പ്രീവിയസ്. സാധാരണ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള കേസസ് ആയിരിക്കും കൂടുതൽ വരിക. എല്ലാവരും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടാവില്ല, ഏതോ ഒന്നോ രണ്ടോ വാല്യൂസ് ആയിരിക്കും വിട്ടുപോയിട്ടുണ്ടാവുക. ക്ലിയർ? അത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള നോൺ ഇഗ്നോറബിൾ മിസ്സിംഗ് വാല്യൂസ് അവിടെ വരാവുന്ന കേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇമ്പ്യൂട്ടേഷൻ വഴി, ക്ലിയർ, ഇൻസേർഷൻ വഴി, ക്ലിയർ, ചില മോഡൽസ് ഉപയോഗിച്ചിട്ട്, ക്ലിയർ, വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. ക്ലിയർ? എന്ത് വേരിയബിൾസ് അവിടെ കൊടുക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ അതിനുള്ള ടെക്നിക്സ് നമ്മൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കും, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം. ഇപ്പോൾ ഇത് വേറൊരു ടൈപ്പാണ്. ഓക്കെ, സോ വാട്ട് ഈസ് മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം? So if the characteristics of a data do not meet these MCR or MAR, MARും MCRും അല്ലേ MCARും അല്ലാത്ത ഡാറ്റയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം എന്ന് പറയുന്നു. ആൻഡ് ദേ ഫോൾ ഇൻ ടു ദി കാറ്റഗറി ഓഫ് MNAR, മിസ്സിംഗ് നോട്ട് അറ്റ് റാൻഡം. ഓക്കെ, ഇത് രണ്ടിലും വരാത്ത, മുമ്പ് സൂചിപ്പിച്ച രണ്ടിലും വരാത്ത ഡാറ്റകളാണ്, അല്ലെങ്കിൽ മിസ്സിംഗ് ഡാറ്റയാണ് MNAR ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ ഗോ ഫോർ എ ബിൽഡിംഗ് എ മോഡൽ ഫോർ മിസ്സിംഗ് ഡാറ്റ. ക്ലിയർ? മിസ്സിംഗ് ഡാറ്റയെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ ബിൽഡ് എ മോഡൽ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട 3 തരത്തിലുള്ള മിസ്സിംഗ് ഡാറ്റ. ഓക്കെ,
ടെക്നിക്സ് ഫോർ ഹാൻഡ്ലിങ് മിസ്സിംഗ് ഡാറ്റ. ഇങ്ങനെ നമ്മൾ അനലിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റയിൽ മിസ്സിംഗ് ഡാറ്റ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? അത് MCAR MNAR അല്ലെങ്കിൽ MAR ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാവുന്ന കേസിൽ നമ്മൾ എന്തെല്ലാം ടെക്നിക്സ് ഉപയോഗിച്ച് അതിനെ നമുക്ക് സോൾവ് ചെയ്യാണ്. ഹൗ ടു ഹാൻഡിൽ മിസ്സിംഗ് ഡാറ്റ ഓർ ടെക്നിക്സ് ടു ഹാൻഡിൽ മിസ്സിംഗ് ഡാറ്റ. ക്ലിയർ? കുറച്ച് ടെക്നിക്സിനെ കുറിച്ച് നമ്മളോട് നോക്കണം. ഒന്നാമത്തെ കാര്യമാണ് ലിസ്റ്റ് വൈസ് ഓർ കേസ് ഡിലീഷൻ. ഇത് ഒന്നാമത്തെ ടെക്നിക്കാണ്. ഇത് ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മൾ MCAR കേസിലൊക്കെ നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുക. എന്താണ് കാരണം? അത് കംപ്ലീറ്റ്ലി അല്ലേ, മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് വൈസായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ അതിനെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? 2 പെയറാക്കി തിരിക്കുകയാണ്. ക്ലിയർ? ഡാറ്റ സെറ്റ്സ് മിസ്സിങ് ഏതാണ്? നോൺ മിസ്സിങ് ഡാറ്റ. ആകെയുള്ള ഡാറ്റയെ 2 ലിസ്റ്റായിട്ട് പെയറായിട്ട് തിരിക്കുന്നു. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ മിസ്സിംഗ് ഡാറ്റയുടെ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ലിസ്റ്റ് വൈസ് ഡിലീഷൻ എന്ന് പറയും. കേസ് ടു കേസ് ഡിലീഷൻ എന്നും പറയുന്നു. ക്ലിയർ? അപ്പോൾ 4ാമത്തെ ആളാണ് നമുക്ക് മിസ്സിംഗ് ഡാറ്റ തന്നിരിക്കണമെങ്കിൽ കുറേ മിസ്സിംഗ് ഡാറ്റ ഉണ്ട്. അപ്പോൾ നമ്മൾ 4ാമത്തത് മൊത്തമായിട്ട് ഒഴിവാക്കുക. ക്ലിയർ? ഇനി 12ാമത്തെ ഒരാളാണ് നമുക്ക് മിസ്സിംഗ് ഡാറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 12ാമത്തെ അത് മുഴുവനായിട്ട് ഒഴിവാക്കുക. ക്ലിയർ? ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? കേസ് ഡിലീഷൻ എന്നാണ് പറയുക. ഓക്കെ, സോ ദിസ് ഈസ് എ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ പെയർ വൈസ് ഡിലീഷൻ. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ മുഴുവനായിട്ട് ഒഴിവാക്കുന്നില്ല, ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കുന്നില്ല. ക്ലിയർ? അല്ലെങ്കിൽ കേസ് വൈസ് ആയിട്ട് മുഴുവനായിട്ട് ഒഴിവാക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? മിസ്സിംഗ് ഡാറ്റ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നു. ക്ലിയർ? ഈ മിസ്സിംഗ് ഡാറ്റ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിലവൻ്റ് ആയിട്ടുള്ള മറ്റുള്ള ഫീൽഡ് ഏതാണെന്ന് നോക്കുന്നു അതിൽ. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഫീൽഡുകൾ മാത്രം ഒഴിവാക്കുന്നു. അപ്പോൾ പെയർ വൈസ് ഡിലീഷൻ. ക്ലിയർ? അപ്പോൾ ഒരു മിസ്സിംഗ് ഡാറ്റ വന്നിട്ടുണ്ട്, ഒരു ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫീൽഡ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല അല്ലേ? അതിന് മൊത്തം ഒഴിവാക്കുമ്പോൾ ഡാറ്റയുടെ ക്വാളിറ്റി കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ തന്നത് മുഴുവൻ എടുക്കുന്നു. ക്ലിയർ? തരാത്ത മിസ്സിംഗ് വാല്യൂസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അതുമായി അസോസിയേറ്റ് ചെയ്ത് വരാവുന്ന, അതിൽ ഇമ്പാക്റ്റ് വരാവുന്ന, ക്ലിയർ, അതിൻ്റെ പെയേഴ്സ് ഏതാണ് നോക്കുന്നു. അതിനെയും കൂടെ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പെയർ വൈസ് ഡിലീഷൻ. സോ പെയർ വൈസ് ഡിലീഷൻ analyzes all cases in which the variable of interest are present and thus maximize all data variable by an analysis basis. Clear? അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേരിയേഷൻ, ക്ലിയർ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരാവുന്ന, ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഇതിന് ഇമ്പാക്റ്റ് ചെലുത്താൻ പറ്റുന്ന വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്തെടുക്കുകയും അങ്ങനെ പെയർ വൈസ് ഡിലീഷൻ എലിമിനേറ്റ്സ് ഇൻഫർമേഷൻ ഓൺലി when the particular data point need to be test a particular assumption is missing. Clear? നമുക്കൊരു പർട്ടിക്കുലർ അസംഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ്സ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരാവുന്ന കേസ് മാത്രം ഒഴിവാക്കും. ക്ലിയർ? ഒരു അസംഷൻ ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്യണം, അതിനാവശ്യമായുള്ള ഡാറ്റ മിസ്സിംഗ് ആണ് ചില കേസിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പെയർ മാത്രം, ക്ലിയർ, അത് നമ്മൾ അസംഷൻ ടെസ്റ്റ് ചെയ്യേണ്ട പെയർ മാത്രം എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ക്ലിയർ? ഇങ്ങനെ ചെയ്യുന്നതാണ് പെയർ വൈസ് ഡിലീഷൻ. എന്നിട്ട് ബാക്കിയുള്ളതെടുത്ത് ചെയ്യുക. വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ വരികയാണ്, ഇമ്പ്യൂട്ടേഷൻ്റെ കേസിൽ വരികയാണ്. നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്യൂട്ട് ചെയ്യാം അല്ലെ, ഡാറ്റ നമ്മൾ എങ്ങനെയൊക്കെ അസൈൻ ചെയ്യാം. ക്ലിയർ? ഹൗ വി ക്യാൻ അസൈൻ ഡാറ്റ ഇൻ ടു മിസ്സിംഗ് ഫീൽഡ്. ക്ലിയർ? അപ്പോൾ എങ്ങനെ നമുക്ക് അത് ചെയ്യാം? അതിൽ ഒന്നാമത്തെ കാര്യമാണ്, അതിൽ വരുന്ന ഒരു കാര്യമാണ് മീൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? നമ്മൾ ഡാറ്റ സെറ്റ്സിൻ്റെ എന്ത് ചെയ്യുന്നു? മീൻ കണ്ടുപിടിക്കുന്നു. എന്താ മീൻ? ആവറേജ്. ക്ലിയർ? അപ്പോൾ ആവറേജ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ മാർക്കൊക്കെ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? 60 പേരുടെ മാർക്കുണ്ട്. ഓക്കെ, 61 പേരുടെ നമ്മൾ മാർക്ക് എടുത്തു, അതിൽ ഒരു കുട്ടിയുടെ മാർക്ക് ഇല്ല, തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബാക്കിയുള്ള 60 പേരുടെ മാർക്ക് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു, എന്നിട്ട് ഡിവൈഡ് ബൈ 60 ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ആവറേജ് കിട്ടും. ആ ആവറേജ് മാർക്കിന് എന്ത് ചെയ്യുന്നു? മീൻ വാല്യൂവിന് എന്ത് ചെയ്യുന്നു? മിസ്സിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കോളത്തിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ക്ലിയർ? അതിനെ പറയുന്ന പേരാണ് മീൻ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ? നമ്മളിപ്പം ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു അല്ലേ? കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBSEയുടെ പരീക്ഷകളൊന്നും നടന്നില്ല, ഹയർ സെക്കൻഡറിക്കും അതുപോലെ SSLCക്കും. അപ്പോൾ എന്ത് ചെയ്തു? നേരത്തെ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളുടെ മാർക്ക് എന്ത് ചെയ്തു? അതിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിന് എന്ത് ചെയ്തു? ഈ പരീക്ഷയുടെ മാർക്കിലേക്ക് നടക്കാതെ പോയ പരീക്ഷയുടെ മാർക്കായിട്ട് ട്രീറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? മീനിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇങ്ങനെ മീൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു മെത്തേഡായിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. റിഗ്രഷൻ ഇമ്പ്യൂട്ടേഷൻ അത് വേറൊരു മെത്തേഡാണ്. ക്ലിയർ? അപ്പോൾ മീനിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിഗ്രഷൻ മോഡൽ നമുക്കറിയാം അല്ലേ? എന്താ റിഗ്രഷൻ മോഡൽ? y = a + bx അല്ലേ? 2 തരത്തിലുള്ള വേരിയബിളായിട്ട് നമ്മൾ തന്നെ പറയും. ക്ലിയർ? ഒന്ന് ഡിപ്പെൻഡബിൾ വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ക്ലിയർ?
ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് റിഗ്രഷൻ മോഡൽ, റിഗ്രഷൻ ഇക്വേഷൻ. ക്ലിയർ? ദാറ്റ് ഈസ് y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് അല്ലേ. അപ്പോൾ y എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡബിൾ വേരിയബിൾ ആണ്. ക്ലിയർ? y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ക്ലിയർ? ഇതിൽ എക്സ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് അറിയുമെങ്കിൽ, ക്ലിയർ, ഈ y എന്ന് പറയുന്ന മിസ്സിംഗ് ആയിട്ടുള്ള y എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് അറിയില്ല. ക്ലിയർ? ദിസ് ഈസ് മിസ്സിംഗ്. ക്ലിയർ? അതെങ്ങനെ കണ്ടുപിടിക്കാം? therefore a എന്നൊരു കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ദെൻ ബി എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വൈക്ക് എക്സുമായുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു കോയിഫിഷ്യൻ്റ് ആണെന്ത്, ബി എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എടുത്ത് അതിനെ കോയിഫിഷ്യൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ക്ലിയർ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടുള്ള എ, ക്ലിയർ, അതുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റ് ചെയ്ത് റിഗ്രഷൻ ഇക്വേഷനിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മിസ്സിംഗ് വാല്യൂ y കിട്ടും. ക്ലിയർ? ഇപ്പോൾ റിഗ്രഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളിത് പഠിക്കും. ക്ലിയർ? എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കണ്ടുപിടിക്കാമെന്ന്. ക്ലിയർ? അങ്ങനെ റിഗ്രഷൻ മോഡൽ അസംഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഈസ് അനദർ മെത്തേഡ് or technique. Then ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരിഡ് ഫോർവേഡ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ടൈം സീരീസ് ഒക്കെയാണ്, ഒരു സീരീസ് ഓഫ് ഡാറ്റയാണ് നമ്മൾ വരുന്നത് വിചാരിക്കുക. പണ്ടൊക്കെ കുറേ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്, അതേ ഡാറ്റ ഇപ്പോൾ കളക്ട് ചെയ്തു, പക്ഷേ മിസ്സിങ് വന്നു ഏതോ ഒന്ന്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, പണ്ട് കളക്ട് ചെയ്ത ഡാറ്റ എടുക്കുന്നു, അതിൻ്റെ ടൈം സീരീസ് നോക്കുന്നു. ക്ലിയർ? നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെൻഡൻസി, ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്തായിരിക്കും വരിക എന്ന് നമുക്കറിയാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരി ഫോർവേഡ്. അപ്പം നേരത്തെ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് ഒബ്സർവേഷൻ, അതിനടുത്ത് ഇവിടെ ഇടുന്നു. ക്ലിയർ? ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് കഴിഞ്ഞ 10 ക്ലാസ് ടെസ്റ്റിൽ കിട്ടിയിരിക്കുന്ന മാർക്കാണെന്ന് വിചാരിക്കുക. 10ാമത്തെ ക്ലാസ് ടെസ്റ്റിലെ മാർക്ക് നമുക്ക് അറിയില്ല ഒരു കുട്ടിയുടെ. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത 9 എണ്ണം നേരത്തെ നടത്തിയിട്ടുണ്ട്, 9 എണ്ണം എടുത്ത് നോക്കുന്നു അല്ലേ. അപ്പോൾ 9ാമത്തേൽ എന്താണോ മാർക്ക് അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, 10ാമത്തേൽ ഇടുന്നു. ക്ലിയർ? ഇപ്പോൾ ലാസ്റ്റ് ഐറ്റം, ക്ലിയർ, ലാസ്റ്റ് ഒബ്സർവേഷൻ എന്താണോ അതിനെ എടുത്തിട്ട് ഇവിടെ ഇടുന്നു. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗെയിൻ CBSE കേസിൽ നമ്മൾ അല്ലേ എക്സാമിനേഷൻ നടത്താതെ എന്ത് ചെയ്തു, മാർക്ക് അവാർഡ് ചെയ്ത് എന്ത് ചെയ്തു, പ്രീവിയസ്ലി എന്തൊക്കെയാണോ എക്സാമിനേഷൻ കഴിഞ്ഞത് അതിൻ്റെ മാർക്ക് എന്താണോ അതിന് എന്ത് ചെയ്യുന്നു, എടുത്തത്. അവിടെ ആവറേജ് എടുത്തിട്ടാണ് ചെയ്തത് അല്ലേ. പക്ഷെ അതിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അല്ല, പ്രീവിയസ് ഇയർ എന്തായിരുന്നോ അതിനെടുത്തിരുന്നു അല്ലേ. ഇപ്പോൾ പ്രീവിയസ് ഒന്നും നോക്കാൻ പറ്റില്ല, കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ എടുത്തിരുന്നു. ക്ലിയർ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ഒബ്സർവേഷനെ മിസ്സിംഗ് ഡാറ്റയിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതിനെ പറയുന്ന പേരാണ് എന്ത്, LOCF. ക്ലിയർ? ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരി ഫോർവേഡ്. ക്ലിയർ? എന്താ പറയുക, ലാസ്റ്റ് ഒബ്സർവേഷൻ ക്യാരി ഫോർവേഡ്. ക്ലിയർ? LOCF. ഓക്കെ. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്, മാക്സിമം ലൈക്ലിഹുഡ്. അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ്. ഡാറ്റ നമുക്ക് ഇൻപുട്ട് ചെയ്യണം. ക്ലിയർ? നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് വാല്യൂ ചെയ്യണം, മീൻ വേണോ, മീഡിയൻ വേണോ, മോഡ് വേണോ, അല്ലെങ്കിൽ റിഗ്രഷൻ മോഡൽ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ലാസ്റ്റ് വാല്യൂ മതിയോ അല്ലേ. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം ലൈക്ലിഹുഡ്. ക്ലിയർ? ഇവിടെ വരാൻ സാധ്യതയുള്ളത്. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞ 61 കുട്ടികളുണ്ട്, അതിൽ ഒരു കുട്ടിയുടെ മാർക്ക് മിസ്സിംഗ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് തോന്നുന്നു ആ കുട്ടി എത്ര മാർക്ക് സ്കോർ ചെയ്യും അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സ്പേർട്ടിന് അറിയാം, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചർക്ക് അറിയാം. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞു മാക്സിമം ലൈക്ലിഹുഡ്, ഈ കുട്ടിക്ക് ഈ സബ്ജക്റ്റിന് ഇത്ര മാർക്കേ വരുള്ളൂ. ക്ലിയർ? അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ മാക്സിമം ലൈക്ലിഹുഡ്, വരാൻ സാധ്യതയുള്ള, മാക്സിമം ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു മാർക്ക് അവിടെ നമ്മൾ കൊടുക്കുന്നു. ക്ലിയർ? സോ ഇതിനെ പറയുന്ന പേരാണ് മാക്സിമം ലൈക്ലിഹുഡ്. ക്ലിയർ? സോ ഇതാണ് വേറൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. ചില അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, we will replace, clear, the missing data with a likelihood data. Clear? അതിൽ വരാൻ സാധ്യതയുള്ള, മാക്സിമം വരാൻ സാധ്യതയുള്ള ഒരു വാല്യൂവിനെ അതിലേക്ക് അസൈൻ ചെയ്യുന്നു. ദെൻ എക്സ്പെക്ടേഷൻ ആൻഡ് മാക്സിമൈസേഷൻ. ഇവിടെ രണ്ടും കൂടെ നമ്മൾ എടുക്കുകയാണ്. ക്ലിയർ? എക്സ്പെക്ടേഷനും ഉണ്ട്, മാക്സിമൈസേഷനും ഉണ്ട്. ക്ലിയർ? എക്സ്പെക്ടേഷൻ എന്താണ്, അതിൽ വരാൻ സാധ്യതയുള്ള ഒരു വാല്യൂ, നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് അല്ലേ, ഡാറ്റ ഉണ്ട്. ആ മിസ്സിംഗ് ഡാറ്റയിൽ നമുക്കൊരു വാല്യൂ ചേർക്കണം. അതെങ്ങനെ ചേർക്കുന്നു, വി വിൽ മേക്ക് ആൻ എക്സ്പെക്ടേഷൻ. ക്ലിയർ? ഈ വാല്യൂ എന്തായിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ കുറേ വാല്യൂസ് വരും അല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം എക്സ്പെക്ടേഷൻ ഉള്ളത് എന്താണോ അത് ചെയ്യും. ക്ലിയർ? സോ എക്സ്പെക്ടേഷൻ മാക്സിമൈസേഷൻ is a type of maximum likelihood method. Clear? നേരത്തെ പറഞ്ഞുള്ള മാക്സിമം ലൈക്ലിഹുഡ് ആയിട്ട് വരാവുന്ന ഒരു കാര്യം തന്നെയാണ്. that can be used to create a new data set. Clear? ഒരു പുതിയ ഡാറ്റ സെറ്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യും. ക്ലിയർ? സോ ഇൻ വിച്ച് മിസ്സിംഗ് വാല്യൂസ് are imputed with values estimated by the maximum likelihood method. maximum likelihood method അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഈ വാല്യൂ എന്തായിരിക്കും. ക്ലിയർ?
എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിലേക്ക് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറയുന്നു, എക്സ്പെക്ടേഷൻ മാക്സിമൈസേഷൻ, EM. ക്ലിയർ? സോ ദിസ് ഈസ് അനദർ വേ. ദെൻ മൾട്ടിപ്പിൾ ഇംപ്യൂട്ടേഷൻ, ഇത് വേറൊരു മെത്തേഡാണ്. ഈ മൾട്ടിപ്പിൾ ഇംപ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സിംഗിൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു. അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യും? ക്ലിയർ? നമുക്ക് വരാൻ സാധ്യതയുള്ള, ക്ലിയർ, മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂവിൽ, മിസ്സിംഗ് ഡാറ്റയിൽ വരാൻ സാധ്യതയുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, 1, 2, 3, 4 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നു ചില മോഡൽസ് ഉപയോഗിച്ച്. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യത്തെ മിസ്സിംഗ് ഡാറ്റ, ക്ലിയർ, ആദ്യത്തെ വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാക്കുന്നു. ക്ലിയർ? പിന്നെ രണ്ടാമത്തെ വാല്യൂ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ വാല്യൂ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് ഉപയോഗിക്കുന്നു. നാലാമത്തെ ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് ഉപയോഗിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് സ്റ്റഡി ചെയ്യുന്നു. ക്ലിയർ? ഈ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇമ്പാക്റ്റ് വരിക, ഈ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇമ്പാക്റ്റ് വരിക, ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, ഇങ്ങനെ മൾട്ടിപ്പിൾ ഇംപ്യൂട്ടേഷൻ ചെയ്യും. ക്ലിയർ? ഇതാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇംപ്യൂട്ടേഷനിൽ വരുന്നത്. ക്ലിയർ? ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ദിസ് അപ്രോച്ച് ബിഗിൻസ് വിത്ത് a prediction of missing data using the existing data from other variables. Clear? So the missing values are then replaced with a predicted variable and full data set called imputed data sets. ഇപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഇംപ്യൂട്ടഡ് ഡാറ്റ സെറ്റ്. ക്ലിയർ? നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ ഡാറ്റ സെറ്റ്സ് അല്ലേ, ആദ്യത്തെ വാല്യൂ ഉപയോഗിച്ച്, രണ്ടാമത്തെ വാല്യൂ ഉപയോഗിച്ച്, മൂന്നാമത്തെ വാല്യൂ ഉപയോഗിച്ച്. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ 4 വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് 4 ഡാറ്റ സെറ്റ് കിട്ടും. ക്ലിയർ? 1, 2, 3, 4. ക്ലിയർ? ഇത് 4 നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് നോക്കുന്നു. ക്ലിയർ? അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു വാല്യൂവിനെ ചേർക്കുന്നു. ഇതിനാണെന്ന് പറയുക മൾട്ടിപ്പിൾ ഇംപ്യൂട്ടേഷൻ. ക്ലിയർ? ഓക്കെ, സോ ദിസ് ഈസ് അനദർ വേ. ദെൻ what is next one? Sensitivity analysis is the last method. Clear? So what is sensitivity? What എന്ത് ചെയ്യുന്നു, sensitivity analysis is defined as a study which defines how the uncertainty in output of a model can be allocated to the different sources of uncertainty in its inputs. Clear? ഒരു ഡാറ്റ മിസ്സിംഗ് ആയതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ വരാവുന്ന ഇമ്പാക്റ്റ് എന്താണ്, ക്ലിയർ, എന്ത് മാത്രം അതിൽ മാറ്റങ്ങൾ വരാം. ക്ലിയർ? എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ടാണ് മിസ്സിങ്, വാല്യൂസ് ആണ് മിസ്സിങ്. ക്ലിയർ? ആ വാല്യൂ മിസ്സിങ് ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ ഔട്ട്പുട്ടിൽ, ക്ലിയർ, എന്ത് ഇമ്പാക്റ്റ് വരും, അത് ഒഴിവാക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റ് വരും. ഓക്കെ, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസിനെ ചേർക്കുന്നു. ക്ലിയർ? സോ ഇതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സോ ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ നോക്കിയത് അല്ലേ, 9ഓളം ടെക്നിക്സിനെ കുറിച്ചാണ്. സോ ദീസ് ആർ ഓൾ കോൾഡ് ടെക്നിക്സ് ഓഫ് ഹാൻഡ്ലിംഗ് മിസ്സിംഗ് ഡാറ്റ.